നിശബ്ദതയോടുള്ള സ്നേഹം കൊണ്ടാണ് വിശുദ്ധ ജോണിന്റെ പേരിനോട് കൂടി ദി സൈലന്റ് എന്ന വിശേഷണം ലഭിക്കുവാൻ കാരണം. 454 അർമേനിയയിലെ നിക്കോപോളിസിലാണ് വിശുദ്ധൻ ജനിച്ചത്. ആ രാജ്യത്തെ ശ്രേഷ്ഠരായ ഗവർണർമാരുടെയും ജനറൽമാരുടെയും വംശാവലിയിൽപ്പെട്ടവരായിരുന്നു വിശുദ്ധന്റെ മാതാപിതാക്കൾ. തങ്ങളുടെ മകന് ദൈവിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ് മറ്റെന്തിനേക്കാളും പരമപ്രധാനമായി അവർ കരുതിയത്. തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം വിശുദ്ധൻ നിക്കോപോളിസിലെ തന്റെ ഭൂമിയുടെ ഒരു ഭാഗത്തായി പരിശുദ്ധ കന്യകയുടെ നാമധേയത്തിൽ ഒരു ദേവാലയവും ഒരാശ്രമവും പണികഴിപ്പിച്ചു. ഈ ആശ്രമത്തിൽ വിശുദ്ധൻ 10ഓളം വിശ്വാസികളായ സഹചാരികൾക്കൊപ്പം ഏകാന്തവാസം ആരംഭിച്ചു. അപ്പോൾ വിശുദ്ധന് വെറും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തന്റെ ആത്മാവിന്റെ വിശുദ്ധിയും ആത്മാക്കളുടെ മോക്ഷവുമായിരുന്നു വിശുദ്ധന്റെ ഏക ലക്ഷ്യം. തന്റെ സഹനങ്ങളും കഷ്ടതകളും വളരെ സന്തോഷപൂർവ്വം വിശുദ്ധൻ സ്വീകരിച്ചു. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ മാത്രമല്ല, തന്റെ എളിമയും പ്രാർത്ഥനയോടുമുള്ള അടങ്ങാത്ത ആഗ്രഹവും മൂലം വിശുദ്ധൻ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. വിശുദ്ധന്റെ ശാന്തതയും വിവേകവും ഭക്തിയും സകലരുടെയും സ്നേഹം വിശുദ്ധന് നേടിക്കൊടുത്തു. 482 വിശുദ്ധന് 28 വയസ്സായപ്പോൾ സെബാസ്റ്റയിലെ മെത്രാപ്പൊലിത്തയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധൻ അർമേനിയയിലെ കൊളോണിയനിലെ മെത്രാനായി അഭിഷിക്തനായി. മെത്രാനായി നിയമിതനായെങ്കിലും വിശുദ്ധൻ തന്റെ ആശ്രമ ജീവിതത്തിലെ നിയമങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല. രാജധാനിയിൽ ഉന്നത പദവികളിലിരുന്ന വിശുദ്ധന്റെ സഹോദരനും അനന്തരവനും വിശുദ്ധന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതം സ്വീകരിച്ചു. ഒരു മെത്രാൻ എന്ന നിലയിൽ 9 വർഷത്തോളം വിശുദ്ധൻ തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു. തനിക്കുള്ളതെല്ലാം വിശുദ്ധൻ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. തന്റെ കുഞ്ഞാടുകൾക്ക് സുവിശേഷം പ്രഘോഷിക്കുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള മാതൃക സ്വന്തം ജീവിതം കൊണ്ട് വിശുദ്ധൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു.